10 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വന്നു. 102 സീറ്റ് കയറി വന്നു. അത്തരമൊരു ആ കയറി വരവിൽ നാനാജാതി മതത്തിൽപ്പെട്ട കുറേ ജനപ്രതിനിധികൾ ജയിച്ചു വന്നു. ക്രിസ്ത്യാനികൾ ജയിച്ചു, നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ജയിച്ചു, ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ജയിച്ചു, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ജയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിന് ഇടയിലും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ഒക്കെ ജയിച്ചിട്ടുണ്ട്. അന്ന് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ ജയിച്ചവരെ ഉപദേശിക്കാനും അവർക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കാനും ഖുർആൻ പറഞ്ഞു കൊടുക്കാനും ഒന്നും ഒരു പണ്ഡിതവരേണ്യന്മാരും അതിൻ്റെ പരിസരത്തെങ്ങും ഇല്ലായിരുന്നു. വയലും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് മുസ്ലിം ജനപ്രതിനിധികൾ ജയിച്ചു, ബാക്കി എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ജയിച്ചു. ഈഴവ സമുദായത്തിൽപ്പെട്ട ജയിച്ച ജനപ്രതിനിധികളോട് ശിവഗിരി മഠത്തിലെ നേതാക്കളാരും സവിശേഷമായ ഒരു ഗുരുകീർത്തനം ഒന്നും പഠിപ്പിക്കുന്നില്ല. ക്രിസ്ത്യാനികളായി ജയിച്ച ജനപ്രതിനിധികൾക്കാർക്കും സവിശേഷമായി ആരും പ്രത്യേകിച്ചൊരു ഉപദേശവും നിർദ്ദേശങ്ങളും ഒന്നും കൊടുക്കേണ്ട. പ്രായപൂർത്തിയായവരാണല്ലോ അവർ. സീറ്റ് വാങ്ങിക്കണമെങ്കിൽ തന്നെ വേന്ദ്രന്മാർ, പിന്നെ അത് കഴിഞ്ഞ് ഒരിടത്ത് മത്സരിച്ച് ജയിക്കണമെങ്കിൽ അതിനേക്കാൾ വേന്ദ്രന്മാർ. അപ്പോൾ അവർക്കതിൻ്റെ ചേരുവയൊക്കെ അറിയാം. പ്രത്യേകിച്ച് എന്തോ അല്ല, നമ്മൾ സാധാരണ പറയത്തില്ലേ, എന്തോ മാർപ്പാപ്പായെ കുർബാന പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ച പോലെ അവരെ ആരും ഉപദേശിക്കാനൊന്നും പോകുന്നില്ല. നായർ സമൂഹത്തിൽ ജയിച്ചവർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഉപദേശമൊന്നും കേട്ടില്ല. എന്നാൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളെ ഉപദേശിച്ച് റെഡിയാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹുസൈൻ സലഫി പറഞ്ഞു കൊടുത്തു ദീനിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും എങ്ങനെ ദീനിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കേട്ടാൽ വിചാരിക്കും ഈ ജനപ്രതിനിധികളായി ഇതിന് മുമ്പ് ഇരുന്നവർക്കും ഇപ്പോൾ ഇരുന്നവർക്കും ഒക്കെ ഇതിൻ്റെ ഒരു ഉത്ബോധനം കിട്ടാത്തതിൻ്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് തോന്നിപ്പോവും. എന്ന് മാത്രമല്ല, ഈ ഉത്ബോധനം കൊടുക്കാനുള്ള ഒരു പ്രാപ്തി ഉള്ളത് അവർക്കാണെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞൊരു പരുവായി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഞങ്ങളുടെ അഷ്റഫ് സാറിൻ്റെ ഉപദേശം രംഗത്ത് വന്നിട്ടുണ്ട്. അഷ്റഫ് സാറ് സാമൂഹ്യ സമ്മർദ്ദങ്ങളും മുസ്ലിം ജനപ്രതിനിധികളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് ആളുകൾ വിചാരിച്ചു ജാതിയും മതവും ഒക്കെ തിരിഞ്ഞ് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന്. അങ്ങനെ വോട്ട് ചെയ്യുന്ന പ്രതീക്ഷയിലാണ് പലരും ജയിക്കാനിരുന്നത്. പക്ഷേ ആ ജയിക്കാനിരുന്നവരെയൊക്കെ തോൽപ്പിച്ച് ജനം ജാതിയും മതവും ഒന്നും നോക്കാതെ, ജാതിയും മതമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. തമിഴിലെ ബാലൻ പറഞ്ഞല്ലോ, എന്താ ജെട്ടി പോലെയാ ജാതിയും മതമെന്ന്. ഞാനൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ഇതകത്തിട്ടുകൊണ്ട് നടക്കേണ്ടതാണ്, അല്ല അത് പ്രത്യേകിച്ച് മറ്റവൻ്റെ എത്തി നോക്കുകയും നമ്മുടെ കാണിച്ചു കൊടുക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലാത്തതാണെന്ന് പറഞ്ഞ പോലെ അതെല്ലാം കയ്യിലിരിക്കട്ടെ എന്ന് കരുതി അതിനെയൊക്കെ തോൽപ്പിച്ചാണ് മുസ്ലിം ഹിന്ദുവിന് വോട്ട് ചെയ്തു, ഹിന്ദു മുസ്ലിമിന് വോട്ട് ചെയ്തു, ക്രിസ്ത്യാനി മുസ്ലിമിന് വോട്ട് ചെയ്തു, മുസ്ലിം ക്രിസ്ത്യാനിക്ക് വോട്ട് ചെയ്തു, ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിമിന് വോട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്ത് നല്ലൊരു അന്തരീക്ഷത്തിൽ അവർ ജയിച്ചു വന്നു. ആകെ കുറച്ച് ദിവസമേ ആയുള്ളൂ. അവിടെയാണ് നമ്മുടെ അഷ്റഫ് സാറിൻ്റെ ക്ലാസിൻ്റെ പ്രസക്തി. സാമൂഹ്യ സമ്മർദ്ദങ്ങളും മുസ്ലിം ജനപ്രതിനിധികളും. ദേ കേൾട്ടു നോക്ക്. പിന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ സമ്മർദ്ദം എന്താ അറിയോ? പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാര്, മന്ത്രിമാര്, ജനപ്രതിനിധികൾ, അഥവാ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മുസ്ലിം പേരുള്ളവരെ പറ്റിയാണ് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. ഇനി അത് പറയേണ്ട സമയം അതിക്രമിച്ചു. അവരും തന്നെ ഇന്നൊരു സമയം അതിക്രമിച്ചു എന്നാ അഷ്റഫ് സാറ് പറയുന്നത്. ആരെക്കുറിച്ച്? ജനപ്രതിനിധികളെ കുറിച്ച്. സമുദായ നേതാക്കന്മാരെ കുറിച്ച് പറയേണ്ട സമയം എന്നോ കഴിഞ്ഞു. ഈ രാഷ്ട്രീയ നേതാക്കളാരും അത് പറയാതിരിക്കുന്നില്ലെന്നറിയാവോ? അവർക്ക് ജയിക്കേണ്ടത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവരെന്നേ പറഞ്ഞേനെ. എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പറയാൻ കാണുമെന്നറിയാവോ? അവരെ ഓരോരുത്തരെയും വന്ന് കണ്ടതും അവരെ കൊണ്ട് സാധിച്ചെടുക്കാൻ നോക്കിയതും മറ്റവനെ പണിയണമെന്ന് പറഞ്ഞതും യവനെ കയറ്റിവിടരുതെന്ന് പറഞ്ഞതും എന്നെ യോഗം നടക്കുമ്പോൾ മുമ്പിലിരുത്തണമെന്ന് പറഞ്ഞതും. നമ്മുടെ പരീത് ബാവാക്കാൻ എന്ന് പറയുന്ന ഈരാറ്റുപേട്ടക്കാരനായ മന്ത്രിയുടെ PS ആയിരുന്നു CF തോമസ് സാറിൻ്റെ. അദ്ദേഹമൊക്കെ അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയാമോ? മുസ്ലിം സംഘടനയുടെ യോഗം വിളിക്കുമ്പം പുള്ളിയുടെയൊക്കെ ഹൃദയം നിശ്ചലമായി ഇങ്ങനെ നിൽക്കും അത് കഴിയുന്നത് വരെ. കാരണം എന്തും സംഭവിക്കാം. ചില 2, 5, 100, 50 ആളുള്ള ആളുകളൊക്കെ വന്ന് മുൻനിരയിൽ അങ്ങ് ഇരിക്കും. വലിയ ആളുകൾ വരുമ്പോൾ പിന്നെ അതിൻ്റെ പുറയിലിരുത്താനില്ല. പിന്നെ മുമ്പോട്ട് സീറ്റ് ഇട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. മുമ്പിൽ ഇരുത്തണമെന്നും പറഞ്ഞ് കുറച്ച് പേര് ബേളം വെക്കും. എന്നാൽ ഈ വരുന്ന ആൾ ഒരു മുതിർന്ന ആളല്ലയോ, അയാളെ ഇരുത്തിയേക്കാവുന്ന ഒരു സംഘടനക്കാരനും വിചാരിക്കത്തില്ല. രാഷ്ട്രീയത്തിലൊക്കെ അത്രയും ഔചിത്യമുണ്ട്. എങ്ങനെ ഒരു വലിയ നേതാവ് കയറി വന്നാൽ ചെറിയ ആളുകളെല്ലാം ഒന്ന് എഴുന്നേറ്റ് ഇരി എന്നും പറഞ്ഞ് പിടിച്ചിരുത്തും. അത്രയും പോലും വിട്ടുവീഴ്ചയില്ലാത്ത ആളുകളാണ് ഈ പറയുന്നത്. ഇനി അമാന്തിച്ചാൽ പറ്റത്തില്ല, കാര്യങ്ങൾ കൈവിട്ടു പോയി. അവരും തന്നെ ഇന്നൊരു സമ്മർദ്ദത്തിന്റെ പിന്നാലെയാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം. ഇന്നിപ്പോ കേരളത്തിൽ എന്താ അവസ്ഥ?
മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയാവും, മുസ്ലിങ്ങൾ രാജ്യം ഭരിക്കും. അത് കേട്ടതൊന്നും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മൂർഖം ബോംബാണോ? അങ്ങനെ ഉണ്ടോ? ഈ രാജ്യത്തെ എല്ലാവരെ പോലെയുള്ള ഒരു പൗരന്മാരെല്ലാവരും അവരെ ഒരു പേടിയും ബേജാറും ഉണ്ടാക്കി അവര് കുഴപ്പക്കാരാണ്, അവരെ മതമാണ്, അവര് മതത്തിന്റെ ആൾക്കാരാണ്. എന്താ ഈ മതത്തിന് കുഴപ്പം? ഇസ്ലാം എന്നാണ് എന്താ സമാധാനത്തിന്റെ മാർഗം എന്നാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവരെന്നാണ്. ഒരു മുസ്ലിമിന് ഒരാൾ പിന്നെ പ്രയാസപ്പെടുത്താൻ കഴിയില്ല, ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, നിർബന്ധിച്ച് അവനെ മതത്തിൽ കൊണ്ടുവരാൻ പറ്റൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര വിശാലമായ മതമാണ്. അതാണ് പറഞ്ഞില്ല, അത് തന്നെ എത്ര വലിയ കാര്യം എന്നറിയോ? ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിലൊരു ബലപ്രയോഗം ഇല്ല, സ്വതന്ത്രമാണ്. മനസ്സിലായില്ലേ പറഞ്ഞേ? ഇപ്പം ഇവരെ അതിൽ തന്നെ ഉണ്ട്. ഇവർക്കൊക്കെ ആരെയും കാഫിറാക്കാനും ആരെയും അല്ലാതാക്കാനൊന്നും ഇവർക്ക് പറ്റൂല. അതൊക്കെ അള്ളാഹ് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് എടുത്തേക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി പറഞ്ഞു? അപ്പം ഇവര് ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ഉദാഹരണവും പറയും ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ ഇന്ത്യയിൽ നടക്കേണ്ടത് ഗാന്ധിജി പറഞ്ഞത് എന്താ? ഉമറിന്റെ ഭരണം നടക്കണം. എന്തേ പറയാൻ കാരണം? അത്രയ്ക്ക് വിശാലമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് ആ ഇസ്ലാമിനാണ് അപരവൽക്കരിക്കുന്നത്. അപ്പൊ ഈ അപരവൽക്കരണമൊക്കെ പാടെ വരുമ്പോ ഇന്നും പിന്നെ സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾ തന്നെ ആ പ്രഷറിനനുസരിച്ച് ജീവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു മുസ്ലിം അല്ല എന്ന് എങ്ങനെ തോന്നിപ്പിക്കാന്നാണ് പലപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ റീൽസും അവരുടെ പ്രസംഗവും അവരുടെ പ്രഭാഷണവും അവരുടെ പോസ്റ്ററും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിം അല്ല എന്ന് എങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റുന്നത്? സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ വോട്ട് കിട്ടണമെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ തന്നെ അവന് വേറെ എല്ലാ ക്ഷേത്രത്തിലും ചർച്ചിലും എല്ലായിടത്തും പോയി അവിടെ ഒന്ന് വണങ്ങിയെങ്കിൽ മാത്രമേ ആ സമുദായത്തിന്റെ വോട്ട് കിട്ടുള്ളൂ എന്നൊരു തോന്നലുമായി മാറിയിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നും ഇത് തുടങ്ങി അങ്ങോട്ട് പുള്ളി പ്രസംഗിക്കുക. അതായത് ഈ വേറെ സമുദായത്തിന്റെ ക്ഷേത്രത്തിൽ പോയി പുള്ളി ഉപദേശിക്കുക. നല്ലതാ, ഈ ഉപദേശത്തെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല, പുള്ളി ഉപദേശിക്കേണ്ട ആളാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇവർക്ക് ആകെ ഉപദേശിക്കാൻ പറ്റുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, മലയാളത്തിൽ ഈ കേരളത്തിലെ ആളുകളെ, ഇപ്പോൾ കുറേ പാവത്തങ്ങൾ അതിൻ്റെ മുമ്പിൽ വന്നിരിപ്പുണ്ടല്ലോ, അവരെ ഉപദേശിച്ച് ഈ വീഡിയോ എടുത്ത് പുറത്ത് വിട്ടുകൊടുക്കാമെന്നുള്ളതല്ലാതെ ഇവർക്ക് വേറെ ആരെയും ഉപദേശിക്കാനൊക്കത്തില്ല. ഈ സമുദായ സംഘടനകളോട് ചോദിക്കുന്നത് കുഴപ്പമാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇന്നലെ എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ ജെമിനിയോട് ചോദിച്ചു. ജെമിനിയോട് ചോദിച്ചത് എന്താണെന്നറിയോ? വേറൊന്നുമല്ല ചോദിച്ചത്, ഈ അമ്പലത്തിൽ പോയി വണങ്ങുന്നതിനാണല്ലോ ഇവർ കുഴപ്പം പറഞ്ഞത്, അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കുന്നതിന് അത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഇവർ ഈ കുഴപ്പം പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ നമ്മുടെ ജെമിനിയോട് ചോദിച്ചു ഒരു ന്യായമായ ചോദ്യം, വേറെ വലിയ കടുപ്പമുള്ള ചോദ്യമൊന്നുമല്ല. കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ദുബായിൽ അവിടുത്തെ സർക്കാർ ഒരു ഹിന്ദു ക്ഷേത്രം പണിഞ്ഞു കൊടുത്ത് മോഡിജിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചതിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ വല്ലതും വന്നത് ജെമിനി വല്ലതും കണ്ടോന്നറിയാനാ. ജെമിനി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? UAE ഭരണകൂടം നൽകിയ ഭൂമിയിൽ അബുദാബിയിൽ നിർമ്മിച്ച ഹിന്ദു മന്ദിർ 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ മുസ്ലിം സംഘടനകൾ ഭരണകൂടത്തിനെതിരായോ ക്ഷേത്ര നിർമ്മാണത്തിനെതിരായോ ഔദ്യോഗികമായി വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസ്താവനകളോ പ്രതിഷേധങ്ങളോ നടത്തിയിട്ടേയില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ? സൗദി അറേബ്യയിലും UAEയിലും സമീപകാലത്തുണ്ടായ സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളെയും സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങളെയും ഇളവുകൾ തുടങ്ങി കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ആ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളോ പരസ്യമായ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ആഭ്യന്തരമായി സംഘടനകളുടെ വേദികളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവരോട് അറബിയിലോ അവിടെ നിന്നോ അല്ലെങ്കിൽ അവരറിയത്തക്ക പോലെയോ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും മുണ്ടിയിട്ടുമില്ല. അല്ല, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെയും അഷ്റഫ് സാറിനെയും അതുപോലെ തന്നെ മുജാഹിദ് വിസ്റ്റത്തിനെയും ഒക്കെ ഉണ്ടാക്കിയത് കേരളത്തിലെ കുറച്ച് പേരെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ലല്ലോ. നമ്മൾ പോകുന്നിടത്തൊക്കെ പറയണ്ടേ? ഇപ്പോൾ ഹുസൈൻ സലഫി തന്നെ UAEയിൽ അങ്ങനെ ഒരു കാര്യം വന്നാൽ അവിടെ ഒരു ഷിർക്കിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുകയാണ് പുതിയതായിട്ട്. അത് ഇന്നലകളിൽ ഇല്ലാത്തതാണ്. അങ്ങനെ ഷിർക്കിൻ്റെയും ബഹുദൈവാരാധനയുടെയും കേന്ദ്രങ്ങൾ സ്ഥാപിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അവിടെ നിലവിളക്ക് വരും. ആ നിലവിളക്ക് നമ്മളെ ആളുകൾ കത്തിക്കുന്നതിനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അത് പറയൂല. പിന്നെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, സൗദി അറേബ്യയിലെയോ UAEയിലെയോ രാജാക്കന്മാരുടെ ഏതെങ്കിലും അനിസ്ലാമികതയ്ക്കെതിരെ എന്തെങ്കിലും മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടുണ്ടോ?
അതിന് മറുപടി സൗദി അറേബ്യയിലെയും യു എയിലെയും ഭരണാധികാരികളെയോ രാജാക്കന്മാരെയോ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് അവരുടേത് അനിസ്ലാമിക പ്രവർത്തനങ്ങളാണെന്ന് കേരളത്തിലെ പ്രമുഖ മുസ്ലിം സംഘടനകൾ ഔദ്യോഗികമായി പ്രസ്താവനകൾ ഇറക്കുകയോ പരസ്യമായി കുറ്റപ്പെടുത്തുകയോ ചെയ്യാറില്ല. ഇതാണ് അതിൻ്റെ മറുപടി. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ ഇവിടെ നിലവിളക്ക് കത്തിച്ചേനെ ഇങ്ങനെയൊക്കെ പറയുന്നു. ദുബായിൽ പോയി അവിടുത്തെ രാജാവിൻ്റെ മുന്നിൽ വെച്ച് ഫാത്തിമ തഹ്ലിയ ഒരു നിലവിളക്ക് കത്തിച്ചാൽ ഇവർ വല്ലതും പറയുമോ? അത് അനുവദിച്ച ദുബായ് സർക്കാരിന് വല്ലതും പറയുമോ? അപ്പോൾ എന്താ ഇതിനകത്തൊക്കെ ഉള്ള കാര്യം എന്താ? ഇതെല്ലാം സൗകര്യപൂർവ്വമുള്ള ഇരട്ടത്താപ്പാണ്. ഇവർക്കറിയാവുന്ന പലിശയ്ക്ക് കൊടുപ്പുകാരുടെ കയ്യിൽ നിന്ന്, ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് ഒക്കെ ഇവർ തുക സ്വീകരിക്കും. അവരെയൊക്കെ മുൻനിരയിലിരുത്തും. അവരോടൊന്നും നേരിട്ടോ പരോക്ഷമായോ പ്രത്യക്ഷമായോ അല്ലാതെ പോലുമോ എന്തെങ്കിലും ഒന്ന് പറയത്തില്ല. സ്വർണ്ണ വ്യാപാരം പോലെ ഒത്തിരി ഹലാലായ പ്രവൃത്തികളില്ലാതെ നടത്തുന്ന പലരും പല വേദികളിലും മുൻനിരയിലും അവിടെയും ഇവിടെയും എല്ലാം ഉണ്ടാവും. ഇവരതിനെക്കുറിച്ച് വല്ലതും പറയുമോ? ഒന്നും പറയത്തില്ല. പറയാത്ത എന്താ? ഞാനിന്നാളൊരു കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞതിന് എനിക്കൊരാൾ തരാനുള്ള കാശും തന്നില്ല. പിന്നെ അത് മാത്രമല്ല, വേറൊരു ഞാനുമായി ബന്ധപ്പെട്ട ഒരു റേഡിയോ സ്റ്റേഷന് പരസ്യം കൊടുക്കുന്നതും സ്വർണ്ണക്കടക്കാരെ തടസ്സപ്പെടുത്തി. ആ തടസ്സപ്പെടുത്തിയ ആരാ? സുബൈക്ക് 1-ാമത്തെ സഫി നിൽക്കുന്ന ഒരാളാണ്. അതൊക്കെ നേരിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഉപദേശത്തിനകത്ത് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട അഷ്റഫ് സാറിനോടും സംഘടനയോടും പറയാനുള്ളത്, ഈ ജയിച്ചവരൊക്കെ പ്രായപൂർത്തിയായവരും അത്യാവശ്യം ദീനിൻ്റെ പരിസരങ്ങളൊക്കെ അറിയാവുന്നവരും നിങ്ങളെയൊക്കെ നല്ലപോലെ അറിയാവുന്നവരുമാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മുസ്ലിം സംഘടനകളിൽ ഏത് സംഘടനയെ വേണം കേരളത്തിലെ ഭരണം ഏൽപ്പിക്കാനെന്ന് ചോദിച്ചാൽ നിങ്ങളെന്തോ പറയും? അയ്യോ ഒന്നും വേണ്ടായേ എന്നല്ലേ പറയുള്ളൂ. ഒരാളിനെ ഏൽപ്പിച്ചാൽ ബാക്കി വല്ല മുസ്ലിം സംഘടനയ്ക്കും വല്ല രക്ഷയുണ്ടാവുമോ കേരളത്തിൽ? റെയ്ഡും അടിയും. ഇപ്പോൾ ഇഡിയൊക്കെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് വന്ന്. ഇതിപ്പോൾ ഒരു സംഘടനയ്ക്ക് വന്നാൽ പിറ്റേന്ന് തന്നെ വേണേൽ നോളജ് സിറ്റി റെയ്ഡ് വെക്കും. വേറൊരു സംഘടനയ്ക്ക് വന്നാൽ പിറ്റേന്ന് തന്നെ വേറെ ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ ഇവരുടെയൊക്കെ ആസ്ഥാന മന്ദിരങ്ങൾ, അവിടെയൊക്കെ റെയ്ഡ് വെക്കും. ഇവരെയൊക്കെ രാജ്യദ്രോഹികളാക്കും. ഇവരെയൊക്കെ എന്നേ പിടിച്ച് ജയിലിലിടും. അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഭേദമാണോ മോഡി എന്ന് പോലും ചിലപ്പോൾ ഇവരുടെയൊക്കെ പ്രഭാഷണം കേട്ടാൽ തോന്നും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന പാവത്തങ്ങളായ ആളുകൾ ഇതൊന്നും കേട്ട് ചഞ്ചലചിത്തരാവേണ്ട കാര്യമില്ല. നമ്മൾ നല്ല ഉറച്ച ഈമാനോടുകൂടി അള്ളാഹു, പ്രവാചകൻ, വിശുദ്ധ ഖുർആൻ, നോമ്പ്, സക്കാത്ത്, സദക്ക, ഹജ്ജ്, നന്മകൾ ഇതൊക്കെ ചെയ്ത് ഏത് പള്ളിയിലാണോ പോകാൻ പറ്റുന്നത് ആ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് അവിടെ ഇരുന്ന് ദിക്റുമൊക്കെ ചൊല്ലി സമാധാനത്തോടെ അങ്ങോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം രാജ്യത്ത് പ്രതിപക്ഷ ഭരണവശം പോലെ ഒരു അഭ്യാസം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, അതിനപ്പുറമൊന്നുമില്ല. ഈ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് തന്നെ ഫ്ലോട്ടിങ് ആയേനെ. ഓരോ മുസ്ലിം സംഘടന വരുമ്പം ഓരോ സ്ഥലത്തോട്ട് പോയേനെ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോട്ടെ, ഇതിങ്ങനെ അങ്ങ് പോട്ടെ.